ഇന്നലെ ഇവിടെ അതിശക്തമായിട്ടുള്ള മഴ, അതിശക്തമായിട്ടുള്ള കാറ്റുമായിരുന്നു. അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുവാണ്. താഴെയാണ് ഒരു മരമൊക്കെ നിൽപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിന് താഴെ. അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കുവാണ്. കാരണം അതുപോലുള്ള കാറ്റായിരുന്നു. ഞാനും മോനും തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിനെ 4:30 വരെ ഉണർന്നിരുന്നു. കാരണം നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത് ഗ്ലാസ് വിൻഡോ ആണ്. അപ്പോൾ ഗ്ലാസ് വിൻഡോയിലേക്ക് വന്നിട്ട് കാറ്റടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 4:30 ആയപ്പോൾ കാറ്റ് ചെറുതായിട്ടൊന്ന് ശമിച്ചപ്പോഴാണ് ഞങ്ങൾ എങ്ങനെയോ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഇന്ന് രാവിലത്തേന് പൂരിയും ദാലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പൂരിയും ദാലുവേ. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പൂരിയും ദാലുമേ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ പൂരിക്ക് കുഴയ്ക്കുമ്പോഴാണ് ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും ചേർക്കും, ഒരു ടീസ്പൂൺ റവയും ചേർക്കും കേട്ടോ. എന്നിട്ടാണ് പൂരിക്ക് കുഴച്ച് വെക്കുന്നത്. ഗോതമ്പ് പൊടി മാത്രമായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ദാലുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു അരമുറി സവാളയും 2-3 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും പിന്നെ ടൊമാറ്റോയും ചേർത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ടൊമാറ്റോ ആണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്ര മാത്രം ചേർത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ വരെ വേവിച്ചെടുക്കണേ. ഇതിന് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വേണം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുവാണേ. ഇപ്പോൾ ഇവിടെ ദാല് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ദാലാണ്. വലിയ പരിപാടികളൊന്നുമില്ല. ഏറ്റവും എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി ഒരു പാനിലേക്ക് ഒരല്പം നെയ്യും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഈ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്തിട്ട് വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ ദാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് പൂരിക്ക് കഴിക്കേണ്ടത് കൊണ്ട് ഒരല്പം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചപ്പാത്തിക്ക് അടിപൊളിയാട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തു. പിന്നെ ലാസ്റ്റ് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാമേ. എൻ്റെ കയ്യിൽ മല്ലിയില ഒന്നും ഇല്ലാത്തതുകൊണ്ട് മല്ലിയില ഇട്ട് കൊടുത്തില്ല. മല്ലിയിലയും കൂടി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. മോനിപ്പോഴും അവധി ആയതുകൊണ്ട് അവൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കുന്നത്. അപ്പോൾ അവനുള്ള ചായയും ഞാൻ ഇപ്പോഴൊന്ന് വെച്ചിട്ടുണ്ട്. പൂരിക്ക് കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടിയായിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കണേ. പിന്നെ ഞാൻ എപ്പോഴും കുഞ്ഞു കുഞ്ഞു പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പൂരിയെ പരത്തിയെടുക്കുന്നത്. പരത്തുമ്പോഴും ഞാൻ ഒരു മാവ് ഉപയോഗിക്കാറില്ല. കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയും ചീത്തയാവില്ല. പൊടിയിട്ട് കഴിഞ്ഞാൽ എണ്ണയെല്ലാം ചീത്തയായി പോകുമല്ലോ. പിന്നെ ഈ ഒരു പൂരിക്ക് ഇത്രയും കളറ് കിട്ടാനായിട്ട് ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇത് പൂരിക്ക് കുഴയ്ക്കുന്ന സമയത്ത് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്താണ് കുഴച്ചെടുത്തത്. അതുകൊണ്ടാണ് ഈ പൂരിയുടെ മുകളിൽ ഇത്ര നല്ല കളർ വന്നിരിക്കുന്നത്. പണ്ട് തൊട്ടേ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ പൂരിയും ദാലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം മോനും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പൂരിയും ദാലിൻ്റെ കോമ്പിനേഷൻ. ഉരുളക്കിഴങ്ങ് കറിയേക്കാളി അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതേ രീതിയിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്.